വിവാഹ വാർഷികമാണ്. രാവിലെ തന്നെ രേവതി കുളിച്ചൊരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. അവിടേക്ക് വരുന്ന സച്ചിയെ പിടിച്ച് പ്രാർത്ഥിപ്പിക്കും രേവതി. സച്ചി ചോദിക്കും, അല്ല നീ ഇപ്പം എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കും. രേവതി പറയും, എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണമെന്നാണ് പ്രാർത്ഥിച്ചതെന്ന്. സച്ചി പറയും, ഇപ്പം നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ പറയും. രേവതി പറയും, നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു വർഷം ജീവിച്ചില്ലേ, അതുകൊണ്ടാണെന്ന് പറയും. സച്ചി പറയും, നിനക്ക് ഇവിടെ വരുമ്പോഴേ നാവിന് കുറച്ച് നീളം കൂടുതലാണ്, ഇപ്പം അത് കുറച്ചുകൂടെ കൂടി അത്രയേ ഉള്ളൂ എന്ന് പറയും. രേവതി ചോദിക്കും, രാവിലെ തന്നെ ഇപ്പോൾ എവിടെ പോയി വന്നതാന്ന് ചോദിക്കും. സച്ചി പറയും, അത് ഞാൻ പറയില്ല എന്ന് പറയും. ആദ്യം നീ പോയിട്ട് മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് വാ. സച്ചി അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ പറയാ, രാവിലെ തന്നെ നിങ്ങളുടെ വരവും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. രണ്ടാൾക്കൊരു ആശംസയൊക്കെ നേരും അച്ഛൻ. സച്ചി പറയും, അച്ഛാ അമ്മയെ കൂടെ വിളിച്ച് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിലൊന്ന് നിൽക്കുന്നു പറയും. ഇത് കേട്ട് ചന്ദ്രിക അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മൂന്നാളെയും സച്ചി നിരത്തി നിർത്തും. ആ സമയത്ത് അങ്ങോട്ട് കയറി വരികയാണ് അച്ഛമ്മ. സച്ചി ഓടിച്ചെന്നിട്ട് എടുത്ത് പൊന്തിച്ച് വട്ടം കറക്കാണ്. അച്ഛമ്മ പറയും, നിരത്തിറക്കടാന്ന് പറയും. ഇറക്കി കഴിഞ്ഞിട്ട് പറയും, നിൻ്റെ അടുത്ത് വരെ പേടിയായിരിക്കും, കാണുമ്പോൾ തന്നെ എടുത്ത് വട്ടം കറക്കുമെന്ന് പറയും. അച്ഛമ്മ വന്ന് രേവതിയുടെ ചോദിക്കും, എൻ്റെ രാജകുമാരിക്ക് സുഖമാണോ ചോദിക്കും. രേവതിയുടെ സുഖമാണെന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്കൊന്നും ഇഷ്ടാവില്ല. ശ്രുതി ഇങ്ങനെ പറയും, അയ്യടാ രാജകുമാരി പോലും. ചന്ദ്ര ചോദിക്കും, അമ്മ എന്താ ഒരു മുന്നറിയിപ്പ് പോലും തരാതെ വന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് അച്ഛമ്മ ചോദിക്കും, എന്താ നിന്നോടൊക്കെ അനുവാദം വാങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, നിൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയും. ശ്രുതിയോട് ചോദിക്കും, മൂത്ത മരുമകളെ നിൻ്റെ കെട്ടിയവൻ വല്ല ജോലിക്കും പോകുന്നുണ്ടോ. ശ്രുതി പറയും, ശ്രുതി പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകാമെന്ന് പറയും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എനിക്കെല്ലാം അറിയാടാ, ഇന്ന് നിങ്ങൾ കല്യാണം കഴിച്ച ദിവസമല്ലേ എന്ന് ചോദിക്കും. ആ സമയത്ത് ശ്രീകാന്ത് ഭാര്യ കൂടി വരും. വർഷ അച്ഛമ്മയോട് ചോദിക്കും, ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛമ്മ പറയും, അതേ മോളെ എന്ന് പറയും. രേവതി പറയും, അച്ഛമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്, ഇവിടെ ഒരാൾക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. രവി പറയും, അമ്മ വരുന്ന കാര്യം അറിഞ്ഞെന്നെ ഞാൻ സച്ചിനെ പറഞ്ഞു വിടുമായിരുന്നു എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, പെട്ടെന്ന് വന്ന് നിങ്ങളൊക്കെ ആശ്ചര്യപ്പെടുത്താനാണെന്ന് പറയും. അച്ഛൻ പറയും, ഞാൻ വരുമ്പോൾ നിൻ്റെ അടുത്തൊരു ജ്വൽ ബോക്സ് കണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അത് കല്യാണ നാളായിട്ട് രേവതിക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതാണെന്ന് പറയും. എന്നിട്ട് അച്ഛമ്മയോട് കൊടുക്കാൻ പറയും. അച്ഛമ്മ ചോദിക്കും, നീ തന്നെയാടാ ഇത് പറയുന്നത്, പണ്ടൊക്കെ നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ ഞാനോ രവിയോ പറയണം. രവി ഇവൻ ആളാകെ മാറിയല്ലോ. അച്ഛൻ പറയും, ഇവനിപ്പം നമ്മളൊന്നും വേണ്ട. അച്ഛൻ പറയും, രേവതി മോളെ പോലെ ഒരു നല്ല പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നാൽ എത്ര മാറാത്ത ആളും മാറും അമ്മയെന്ന് പറയും. സച്ചി പറയും, അച്ഛാ സച്ചി ഒരിക്കലും മാറില്ല, സച്ചി എപ്പോഴും സച്ചി തന്നെ ആയിരിക്കും. അച്ഛമ്മ ഇങ്ങനെ ചന്ദ്രികനോട് ചോദിക്കും, അല്ല ചന്ദ്രേ, നീ എന്നെങ്കിലും നിൻ്റെ ഭർത്താവിനോട് ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? കുടുംബത്തിനെ രണ്ടാക്കുന്ന വർത്താനം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സച്ചി പെട്ടെന്ന് വിഷയം മാറ്റും. എന്നിട്ട് ചോദിക്കും, അച്ഛമ്മ ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കും. അച്ഛൻ പറയും, ആ ഇഷ്ടമായി എന്ന് പറയും. എന്നിട്ട് പറയും, രാമനെയും സീതയും ചേർത്ത് നിർത്തിയത് ഇതുപോലൊരു മോതിരമാണ്, അതുപോലെ നീ അവളുടെ കയ്യിൽ ഈ മോതിരം ഇട്ട് കൊടുക്കുക എന്ന് പറയും. എന്നിട്ട് സച്ചി ആ മോതിരം ഇട്ട് കൊടുക്കും. എല്ലാവരും ഇങ്ങനെ കയ്യടിക്കും. രേവതിക്ക് ഇതൊക്കെ വലിയ സന്തോഷമാവും. ചന്ദ്രയോടും രവിയോടും ആശീർവദിക്കാൻ പറയും മക്കളെ. പക്ഷേ ചന്ദ്രയ്ക്ക് ഒരു മടി ഉണ്ടാകുമ്പോൾ അച്ഛമ്മ ചൂടാവും. അത് കേട്ടിട്ട് ചന്ദ്ര അങ്ങോട്ട് പോകും. എനിക്ക് തീരെ ഇഷ്ടമല്ലാതാണ് ആശീർവദിക്കുന്നത്. ഒരു ഉമ്മ കൂടി കൊടുക്കാൻ പറയും, അതും ചെയ്യും ഇഷ്ടമല്ലാതെ. അച്ഛമ്മ അവിടുന്ന് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തും. ആദ്യം കുഞ്ഞുണ്ടാവുന്നവർക്ക് എൻ്റെ സ്വത്ത് എഴുതി തരുന്നു. അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ശ്രുതി പോയിട്ട് ചോദിക്കും, അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ചോദിക്കും. ശ്രുതി അപ്പോൾ കാര്യം പറയും. അപ്പോൾ അമ്മ പറയും, നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ കയറി നിരങ്ങുമെന്ന് പറയും. അപ്പോഴേക്കും അച്ഛമ്മ, ചന്ദ്രയെ ഒന്നിങ്ങ് വന്നേന്ന് പറയും. അമ്മ വേഗം അങ്ങോട്ട് ഓടും. സച്ചിയും രേവതിയും കൂടി രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ്. കയറുമ്പോൾ തന്നെ സച്ചി ചോദിക്കും, നമ്മളെപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ചോദിക്കും. രേവതി അറിയും, 3 മാസം കഴിഞ്ഞിട്ട് അറിയും. അപ്പോൾ സച്ചി ചോദിക്കേ, നീ എന്താ ഇവിടെ പ്രസവിക്കാൻ വന്നതാണോ ചോദിക്കും. രേവതി അറിയാം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, വൈകുന്നേരം വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂട്ടി വൈകുന്നേരം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ രേവതി സച്ചിയോട് പറയും. ഉള്ളിലേക്ക് ചെല്ലുന്ന സച്ചിയോട് അനിയത്തി ഹാപ്പി വെഡ്ഡിങ് ഡേ എന്ന് പറയുമ്പോൾ സച്ചി പറയും, നമുക്ക് ഈ സായിപ്പന്മാരുടെ ഭാഷയൊന്നും വേണ്ട, മലയാളം മതി എന്ന് പറയും. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ സച്ചി താങ്ക് യു എന്ന് പറയും. അപ്പോൾ അനിയത്തി പറയും, ഇത് സായിപ്പന്മാരുടെ ഭാഷയല്ലേക്കും. അപ്പോൾ സച്ചി പറയും, അയ്യോ സോറി എന്ന് പറയും. അപ്പോൾ പറയും, ഇതും ആ സായിപ്പിൻ്റെ ഭാഷയാണെന്ന് പറയും. ഇത് കേട്ട് രേവതി പറയും, സച്ചിയേട്ടൻ വടി കൊടുത്ത് അടി വാങ്ങി, വല്ല കാര്യം ഉണ്ടായിരുന്നോന്ന് ചോദിക്കും.